ശബരിമലയിലെ തനത് പവിത്രതയെയും ആചാരമര്യാദകളെയും വീണ്ടെടുക്കാനും തീർത്ഥാടനം സുഗമവും സുതാര്യമാക്കാനും ലക്ഷ്യമിട്ട് വിപുലമായ പരിഷ്കാരങ്ങൾക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തുടക്കമിടുകയാണ്. അയ്യപ്പ ഭക്തർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനൊപ്പം സന്നിധാനത്തെ സേവനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിക്കാനാണ് ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ നേതൃത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. ആചാരശുദ്ധിക്കും ഭക്തരുടെ സൗകര്യങ്ങൾക്കുമാണ് പ്രഥമ പരിഗണനയെന്നും അയ്യപ്പന് പ്രത്യേക പബ്ലിസിറ്റിയുടെ ആവശ്യമില്ലെന്നും വ്യക്തമാക്കിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുൻപ് വിഭാവനം ചെയ്തിരുന്ന ആഗോള അയ്യപ്പ സംഗമം പോലുള്ള വലിയ മേളകൾ ഇനി ഉണ്ടാകില്ലെന്ന് അറിയിച്ചു. വരാനിരിക്കുന്ന തീർത്ഥാടന കാലം മുന്നിൽ കണ്ട് സന്നിധാനത്തെ മുറി വിതരണവുമായി ബന്ധപ്പെട്ട പരാതികൾക്കും ക്രമക്കേടുകൾക്കും ശാശ്വത പരിഹാരവുമായി കടുത്ത പരിഷ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുൻപ് വെറും 190 മുറികൾ മാത്രമാണ് ഓൺലൈനിൽ നൽകിയിരുന്നതെങ്കിൽ ഇനി മുതൽ സന്നിധാനത്തേക്കുള്ള 550 മുറികളും പൂർണ്ണമായും ഓൺലൈൻ വഴി മാത്രമേ ഭക്തർക്ക് ലഭ്യമാക്കുകയുള്ളൂ. മുറികൾ ബുക്ക് ചെയ്യുന്നതിനുള്ള വലിയ ഡെപ്പോസിറ്റ് തുക പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. ഭക്തർക്ക് മുറി വാടക മുൻകൂറായി നൽകി വെറും 50 രൂപ സർവീസ് ചാർജ് മാത്രം ഈടാക്കി സാധാരണക്കാരായ തീർത്ഥാടകർക്ക് മുറികൾ ബുക്ക് ചെയ്യാം. കൂടാതെ ശബരി ഗസ്റ്റ് ഹൌസിലുള്ള 56 മുറികൾക്ക് പുറമെ ഹൈക്കോടതിയുടെയും ഹൈപ്പവർ കമ്മിറ്റിയുടെയും അനുമതിയോടെ 60 പുതിയ മുറികൾ കൂടി നിർമ്മിക്കുന്നതാണ്. സന്നിധാനത്തെ സേവനങ്ങളിലും പണമിടപാടുകളിലും പൂർണ്ണമായി സുതാര്യത ഉറപ്പാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താനും ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി നവംബർ 1 മുതൽ 90 ദിവസത്തേക്ക് ദേവസ്വം ബോർഡ് ഓഫീസിൽ AI ക്യാമറകൾ അടക്കമുള്ള അത്യാധുനിക സൗകര്യങ്ങളോടെ പ്രത്യേക കൺട്രോൾ റൂം തുറക്കും. VIP സംസ്കാരവും ക്രമക്കേടുകളും തടഞ്ഞ് സാധാരണക്കാരായ ഭക്തർക്ക് മുൻഗണന നൽകാനാണ് ഈ നീക്കം. അതോടൊപ്പം സന്നിധാനത്തെ മുറികളും പരിസരവും കൃത്യമായി വൃത്തിയാക്കുന്നതിനായി ഈ സീസൺ മുതൽ ശുചീകരണ ജോലികൾ പൂർണ്ണമായും പ്രൊഫഷണൽ സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിക്കും. സന്നിധാനത്തെ മുഴുവൻ സംവിധാനങ്ങളും ഡിജിറ്റൽ വൽക്കരിക്കുന്നതോടെ തീർത്ഥാടകർക്ക് തിക്കും തിരക്കുമില്ലാതെ ചൂഷണങ്ങൾക്കിരയാകാതെ അയ്യപ്പ ദർശനം നടത്തി മടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശബരിമലയുടെ പവിത്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭക്തരുടെ വികാരം മാനിച്ചു കൊണ്ടുവരുന്ന ഈ മാറ്റങ്ങളെ നിറഞ്ഞ മനസ്സോടെയാണ് ഭക്തജനങ്ങളും വിവിധ സമുദായ സംഘടനകളും സ്വാഗതം ചെയ്യുന്നത്.